ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. പൊതുവിജ്ഞാനത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഉത്തരേന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല അജ്മീർ. ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച്. സൂറിച്ച് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. ഈ സൂറിച്ച് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഓക്കെ. പ്രശസ്തമായ തിരുവള്ളുവർ പ്രതിമ എവിടെയാണ്? കന്യാകുമാരി. പ്രശസ്തമായ തിരുവള്ളുവർ പ്രതിമ എവിടെയാണ്? കന്യാകുമാരി. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര. പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനം നിലവിലുള്ള യൂറോപ്യൻ രാഷ്ട്രം സ്വിറ്റ്സർലൻഡ്. ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. 1957 ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി KP ഗോപാലൻ. അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായ മാസഡോണിയൻ രാജകുമാരൻ അലക്സാണ്ടർ. മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെട്ടത് G ശങ്കരക്കുറുപ്പ്. അമേരിക്കൻ ഐക്യനാടുകളിലെ സമയമേഖലകൾ 4. മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്ത. മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൗസ്. ആധുനിക ത്രിപുരയുടെ പിതാവ് ബീർ ബിക്രം കിഷോർ. ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത് ഗ്യാരിബാൾഡി. ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത് ഗ്യാരിബാൾഡി. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആന്റോൺ ലവോസിയർ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആന്റോൺ ലവോസിയർ. ആധുനിക ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട. ആധുനിക ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട. ആനന്ദ വിമാനം എഴുതിയതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ് ആനന്ദ കൽപ്പദ്രുമം എഴുതിയത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ് ആനന്ദ ഗുരുഗീത എഴുതിയത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആരുടെ ശ്രമഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത്? ചാവറയച്ചൻ. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. ആരുടെ ജനനസ്ഥലമാണ് പാട്യം? വാഗ്ഭടാനന്ദൻ. ആരുടെ ജനനസ്ഥലമാണ് പാട്യം? വാഗ്ഭടാനന്ദൻ. ആരുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്? സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. ആരുടെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്? ഡോക്ടർ പൽപ്പു. ആര്യഭട്ടൻ ജനിച്ച ആർമകം എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ. ആർമകം, കൊടുങ്ങല്ലൂർ. USA സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാലിഫോർണിയ. യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ്? ശ്രീനാരായണ ഗുരു. ആദ്യത്തെ കമ്പ്യൂട്ടക് ഗെയിം സ്പേസ് വാർ. ആദ്യത്തെ കമ്പ്യൂട്ടക് ഗെയിം സ്പേസ് വാർ.
ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്ക്. ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്ക്. ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ. ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും. ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ധന്വന്തരി. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം ഹൈദരാബാദ്. ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം ഹൈദരാബാദ്. ഇന്ത്യൻ വ്യോമസേന രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1933. ഇന്ത്യൻ വംശജയായ രണ്ടാമത്തെ വനിതാ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. ഇന്ത്യൻ വംശജയായ രണ്ടാമത്തെ വനിതാ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ്. ഇന്ത്യൻ വംശജയായ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്രികയാണ് കൽപ്പന ചൗള. അതും കൂടെ ഓർത്തു വെച്ചോണേ. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 2:3. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 2:3. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. ഓക്കെ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാഭായി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ഝാൻസി റാണി. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം കന്യാകുമാരി. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെട്ടത് കാളിദാസൻ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈ. ഇന്ത്യയിലെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജാംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും ധാതു സമ്പന്നമായ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഭാരതരത്നം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ്. കുറ്റാന്വേഷണത്തിന് പോലീസ് ഉപയോഗിക്കുന്ന നായ സ്നിഫർ നായ. ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്? ഗുജറാത്തിലെ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി. 21-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യ രാജ്യം ഈസ്റ്റ് തിമൂർ. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? വൈസ് പ്രസിഡന്റിന്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? വൈസ് പ്രസിഡന്റിന്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഈഫൽ ഗോപുരം നിർമ്മിച്ച വർഷം 1789. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന റെയിൽ മാർഗം ചാനൽ ടണൽ. ഇംഗ്ലണ്ടിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ 21. ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന.
ഉത്തരേന്ത്യയിൽ വീശുന്ന ചൂടുള്ള പ്രാദേശിക വാദം ലൂ. ഉത്തരേന്ത്യയിൽ വീശുന്ന ചൂടുള്ള പ്രാദേശിക വാദം ലൂ. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യു.പിയിലെ നഗരം കാൺപൂർ. എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട വർഷം 1865. എത്രാമത്തെ ബുദ്ധ സമ്മേളനമാണ് അശോകന്റെ കാലത്ത് നടന്നത്? 3. എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് ഏത് കൃഷിയിലാണ്? കശുവണ്ടി. എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് ഏത് കൃഷിയിലാണ്? കശുവണ്ടി. LPGയിലെ ഘടകങ്ങൾ മീഥെയ്ൻ, ബ്യൂട്ടെയ്ൻ, പ്രൊപ്പെയ്ൻ. എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ തിരുവയ്യാർ. എമിലി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് റൂസോ. എമിലി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് റൂസോ. എമിനന്റ് ഇന്ത്യൻസ് രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മ. എല്ലാവരും തുല്യരാണ്, ചിലർ കൂടുതൽ തുല്യരും ആരുടെ കൃതിയിലുള്ളത്? ജോർജ് ഓർവെൽ. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്താൻ ആവശ്യമായ ഘടകം കാൽസ്യം. എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രാണികൾ. എൻഡമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പ്രാണികൾ. തുല്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോഹെൽസ്. തുല്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോഹെൽസ്. ഏറ്റവും വലിയ മാംസഭോജി സ്പേം തിമിംഗലം. ഏറ്റവും വലിയ കടൽ ജീവി നീലത്തിമിംഗലം. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം USA. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം USA. ഏതു രാജ്യത്തിൻ്റെ പാർലമെന്റാണ് റിക്സ്ഡാഗ്? സ്വീഡൻ. ഏതു രാജ്യത്തിൻ്റെ പാർലമെന്റാണ് റിക്സ്ഡാഗ്? സ്വീഡൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശാരദാ മുഖർജി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശാരദാ മുഖർജി. ഒരു അടി എത്ര ഇഞ്ചിന് സമമാണ്? 12. ഒരു രാജ്യത്തിന് പൂർണ്ണ അധികാരമുള്ള സമുദ്രഭാഗം തീരത്ത് നിന്ന് എത്ര ദൂരം വരെയാണ്? 12 നോട്ടിക്കൽ മൈൽ. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്ക്? 2ാം സ്ഥാനം. ഇത് തെറ്റാണ്. ഇപ്പോൾ വലിപ്പത്തിൽ 1ാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ വലിപ്പത്തിൽ 1ാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇപ്പോൾ ഇടുക്കി. ഓക്കെ, ഇതിന് മുന്നേ വരെ പാലക്കാടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി അത് മാറി ഇടുക്കി ജില്ലയാണ് 1ാം സ്ഥാനത്ത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഒളിവർ ട്വിസ്റ്റ് ആര് സൃഷ്ടിച്ച കഥാപാത്രം? ചാൾസ് ഡിക്കൻസ്. ഒളിവർ ട്വിസ്റ്റ് ആര് സൃഷ്ടിച്ച കഥാപാത്രം? ചാൾസ് ഡിക്കൻസ്. ഒഴിഞ്ഞ പാത്രമാണ് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ. ഒഴിഞ്ഞ പാത്രമാണ് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ. വാട്ടർഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. വാട്ടർഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. കാഴ്ച നഷ്ടമായ ശേഷം മഹാകാവ്യം എഴുതിയ ഇംഗ്ലീഷ് കവി ജോൺ മിൽട്ടൺ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്